അതിശക്തനായ മുഖ്യമന്ത്രി എന്ന ആരാധകർ വാഴ്ത്തുന്ന പൊളിറ്റിക്കൽ ബുൾഡോസർ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു നേതാവ് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന സംസ്ഥാനമാണ് യു പി. എന്നാൽ ഈ കേസിൽ മാത്രം അന്വേഷണത്തിൽ എന്തുകൊണ്ട് യോഗിയുടെ കൈ വിറയ്ക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സാധാരണ മനുഷ്യരിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ. ഒന്ന്, ഇത്രയേറെ സുരക്ഷാ വിന്യാസമുള്ള ഒരു ക്ഷേത്രം, അവിടെ നിന്നും എങ്ങനെയാണ് ഈ ലോഹക്കെട്ടികൾ കടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നത്? 2, CCTV-കൾ ഇങ്ങനെ കൃത്യമായി കണ്ണടച്ചത് എങ്ങനെയാണ്? മൂന്നാമത്തേത്, സ്വന്തം ഡ്രൈവറും പരിചാരകരും ഒക്കെ കോടാനുകോടി രൂപയുടെ സ്വത്തുവകകൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടുമ്പോൾ അതിൽ ഈ പറയുന്ന ചമ്പത്രായും പ്രസംഗങ്ങൾക്കും ഒരു സംശയവും തോന്നിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ കൂടി അറിഞ്ഞുള്ള കൊള്ളയാണോ ഇത്? എവിടെയാണ്? മാധ്യമ സഹോദരന്റെ ഈ ധാർമ്മികതയോട് ഞാൻ യോജിക്കുന്നു. കാരണം ഓരോ വിശ്വാസിക്കും വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അതിൽ മുഖ്യമന്ത്രിക്ക് നടപടിയെടുക്കാൻ, സർക്കാർ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് വൈകുന്നു, അവരുടെ കൈ എന്തുകൊണ്ട് വരയ്ക്കുന്നു, കാൽ എന്തുകൊണ്ട് വരയ്ക്കുന്നു എന്ന് ചോദിച്ച അതേ ചോദ്യം, ഇതേ സംഭവം തന്നെയാണ് ശബരിമലയിൽ പട്ടാപ്പകൽ സ്വർണ്ണക്കൊള്ള. അതും ദേവസ്വം കൈകാര്യം ചെയ്യുന്ന സർക്കാർ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്ന മുൻ മുഖ്യമന്ത്രി, ഇതിലും അതിശക്തനായ മുൻ മുഖ്യമന്ത്രിയുള്ള കാലത്ത് ആ കൊള്ള നടന്നപ്പോൾ അതിനെതിരെ ഒരു നടപടിയും സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ തന്നെ ആ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തു എന്ന് പിന്നീട് പുറത്തു വന്നപ്പോഴും അതിനെക്കുറിച്ച് ഒന്നും മിണ്ടാതെ ഒന്നും പറയാതെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയെ നോക്കി ജനങ്ങൾ പറഞ്ഞതും വിശ്വാസികൾ വേദനിച്ച് പറഞ്ഞപ്പോൾ അതിനോട് ഇതേപോലത്തെ ഒരു ധാർമ്മികതയോടെ മറുപടി പറയാനോ അല്ലെങ്കിൽ ധാർമ്മികതയോടെ അതിനെതിരെ പ്രതികരിക്കാനോ നമ്മൾ തയ്യാറായില്ല. പക്ഷേ ഇനിയെങ്കിലും നമ്മൾ എല്ലായിടത്തും വിശ്വാസികളും വിശ്വാസ കേന്ദ്രങ്ങളും സംരക്ഷിക്കപ്പെടണം. പ്രത്യേകിച്ച് സർക്കാർ അധീനതയിലായിക്കോട്ടെ സ്വകാര്യ അധീനതയിലായിക്കോട്ടെ എല്ലാ വിശ്വാസിക്കും ഒരുപാട് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കൊള്ള എല്ലാവരുടെയും കൊള്ള തന്നെയാണ്. പക്ഷെ അത് ഇത്രയും പട്ടാപ്പകൽ നടത്തി സർക്കാർ സംവിധാനങ്ങളിൽ നടത്തിയ അതേ കൊള്ള അവിടെ സർക്കാർ സംവിധാനങ്ങൾ ഇല്ലാതെ നടന്നു എന്ന് പറയുന്നത് ഒരു വാസ്തവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.